പ്രദീപ്, പെരിയാറിലെ മാലിന്യ പ്രശ്നം രൂക്ഷമായി തന്നെ തുടരുകയാണ്. നമ്മൾ നിരവധി വാർത്ത അതുമായി ബന്ധപ്പെട്ട് നൽകിയതാണ്. അബദ്ധത്തിൽ ഒരു മാലിന്യമല്ല, ഒഴുക്കി വിടുന്നു എന്ന് പറയുമ്പോൾ അതൊരു വധശ്രമത്തിനൊക്കെ തുല്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പെരിയാറിലേക്ക് മാലിന്യം ഒഴുക്കുന്ന കമ്പനികൾക്കെതിരെ നടപടി കടുപ്പിച്ച് മലിനീകരണ നിയന്ത്രണ ബോർഡ്. PCBയുടെ അനുമതി കാലാവധി കഴിഞ്ഞിട്ടും പ്രവർത്തിച്ച ഓർഗാനോ ഫെർട്ടിലൈസേഴ്സ് ഇന്ത്യ ലിമിറ്റഡ് കമ്പനി അടച്ചുപൂട്ടാൻ ഉത്തരവ് നൽകിയതിന് പിന്നാലെ പരിശോധന വ്യാപിപ്പിച്ചിരിക്കുകയാണ് PCB. ഹൈക്കോടതി നിയോഗിച്ച ഉന്നതാധികാര സമിതിയുടെയും പരിശോധനകൾ തുടരുകയാണ്. വ്യാഴാഴ്ച ഹൈക്കോടതി ഉന്നതാധികാര സമിതി ഏലൂർ വ്യവസായ മേഖലയിലെ 6 കമ്പനികളിൽ പരിശോധന നടത്തിയിരുന്നു. പെരിയാറിലേക്ക് മാലിന്യമൊഴുക്കാനിട്ട പൈപ്പുകൾ പരിശോധനയ്ക്കിടെ പരിസ്ഥിതി പ്രവർത്തകർ സമിതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തിരുന്നു. പെരിയാറിൽ മത്സ്യങ്ങൾ ചത്തുപൊങ്ങിയ പാതാളം ബണ്ട് മേഖലയിലടക്കം സന്ദർശിച്ചാണ് റിപ്പോർട്ട് നൽകുക. ഇതിനൊപ്പം മലിനീകരണ നിയന്ത്രണ ബോർഡും നടപടികൾ കടുപ്പിച്ചിരിക്കുകയാണ്. മലിനീകരണ നിയന്ത്രണ സംവിധാനങ്ങൾ നടപ്പാക്കുന്നതിൽ വീഴ്ച വരുത്തിയ കമ്പനികൾക്കെതിരെയാണ് നടപടികൾ. PCBയുടെ അനുമതിയില്ലാതെ പ്രവർത്തിച്ച ഓർഗാനോ ഫെർട്ടിലൈസേഴ്സ് ഇന്ത്യ കമ്പനി അടച്ചുപൂട്ടാൻ PCB ഉത്തരവ് നൽകിയിരുന്നു. പരിശോധനകൾ തുടരുമ്പോഴും പെരിയാറിലേക്കുള്ള മാലിന്യമൊഴുക്ക് തുടരുകയാണ്. മഴവെള്ളം ഒഴുക്കേണ്ട കാനകളിലേക്ക് പൈപ്പ് വെച്ച് മാലിന്യമൊഴുക്കിയത് പരിസ്ഥിതി പ്രവർത്തകർ കണ്ടെത്തിയിരുന്നു. മാലിന്യമൊഴുക്കിയതായി കണ്ടെത്തിയ ഏലൂരിലെ CG ലൂബ്രിക്കൻസിന്റെ പ്രവർത്തനം നിർത്തിവെപ്പിച്ചിരിക്കുകയാണ്. മഴവെള്ളം ഒഴുക്കേണ്ട കാനയിലേക്കായിരുന്നു മാലിന്യമൊഴുക്കിയത്. കറുത്ത നിറത്തിൽ ഇത് ചെന്ന് പതിച്ചിരുന്നത് പെരിയാറിലേക്കാണ്. ചില കമ്പനികൾ രാസമാലിന്യം ഒഴുക്കിയതിനെ തുടർന്ന് പെരിയാറിലുണ്ടായ മത്സ്യക്കുരുതിയുടെ പശ്ചാത്തലത്തിലാണ് PCB നടപടികൾ ശക്തമാക്കിയത്. ജനം, കൊച്ചി.